നമ്മോടൊപ്പം വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് സാർ കൂടി ചേരുന്നുണ്ട്. സാർ, ഇനിയുള്ള ഭാരതത്തിന്റെ നയതന്ത്ര തലത്തിലെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാകും? കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വിദേശ യാത്രകൾ, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുമായി നടത്തിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ, പ്രതിരോധ മേഖലയിൽ നേടിയെടുത്തിട്ടുള്ള സഹകരണ ബന്ധം, ഇതെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ വലിയ പിന്തുണ ഭാരതത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ നയതന്ത്ര തലത്തിൽ ഭാരതത്തിന്റെ അടുത്ത ചുവടുവെപ്പുകൾ എന്തൊക്കെയാകാം എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അത് തീർച്ചയായും ഭാരതത്തിൻ്റെ ചുവടുവെപ്പുകൾ വളരെ വളരെ കെയർഫുള്ളായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായി ഭാരതം നടത്തിയ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ വിദേശ ബന്ധങ്ങളിൽ നടത്തിയ വളരെ ആരോഗ്യപരമായ നിക്ഷേപങ്ങൾ, ചില നയമാറ്റങ്ങൾ രൂപത്തിൽ ഉൾപ്പെടെ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നത് ഉൾപ്പെടെയുള്ള ആ ഒരു നിക്ഷേപങ്ങൾ ഇപ്പോൾ ഒരാവശ്യം വരുമ്പോൾ എങ്ങനെയാണ് ഡിവിഡൻസ് ഈൽഡ് ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കൗതുകകരമായ ചോദ്യം. നോക്കൂ, തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളുമായി ഉള്ള ബന്ധത്തിൽ ചെറിയ പോരായ്മകൾ വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിൽ ഇന്ത്യ അർഹിച്ച ഒരു ഭരണമാറ്റമല്ല അവിടെ സംഭവിച്ചത്. ശ്രീലങ്കയിൽ സംഭവിച്ച ഭരണമാറ്റം നമുക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ മാറ്റിയെടുത്തു. മാലദ്വീപ് കൈവിട്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ബംഗ്ലാദേശ് മാത്രമാണ് ഒരു വറീസം പോയിന്റ്. പക്ഷേ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കിംഗ് കൺട്രീസ്, അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ജപ്പാനും ഓസ്ട്രേലിയയും അമേരിക്കയും കാനഡയും ഒക്കെയാണ്. അപ്പോൾ കാനഡയുമായുള്ള ചെറിയ അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവിടെയും സ്ഥിതിഗതികൾ ഭദ്രമാണ്. ഇങ്ങനെയുള്ള ഗുഡ്വിൽ, ആ ഗുഡ്വിൽ ഇപ്പോൾ ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദം, പാകിസ്ഥാനെതിരെ, ഭീകരതയ്ക്കെതിരെ, ആഗോള ഭീകരതയ്ക്കെതിരെ ലോകരാജ്യങ്ങളെ കൈകോർക്കാൻ വേണ്ടി ഭാരതം അതിനെ സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ ആവുമോ എന്നതാണ് കാതലായ ചോദ്യം. ഇവിടെ നോക്കൂ, ഭാരതം വളരെ കെയർഫുള്ളായിട്ടാണ് ഭാരതത്തിൻ്റെ ഒരു കേസ് ആർഗ്യൂ ചെയ്യുന്നത്. ഇത് പാകിസ്ഥാനെതിരെയുള്ള പോരാട്ടമല്ല, ഇത് പാകിസ്ഥാൻ ജനതയ്ക്കോ സൈന്യത്തിനോ എതിരെയുള്ള പോരാട്ടമല്ല, ഇത് പാകിസ്ഥാൻ മണ്ണിൽ വളർന്നു പന്തലിക്കുന്ന ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്. ആ ഭീകരതയെ വളർത്തിയെടുക്കുന്നത് പാകിസ്ഥാൻ്റെ സൈന്യവും ISIയുമാണ്. സ്വാഭാവികമായി സൈന്യത്തിന് മേൽ ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തേണ്ട അവസരമാണ്. ആ രീതിയിലാണ് ഇന്ത്യയുടെ റെട്ടറിക്ക് പോകുന്നത്. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ ഇടയിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയും പാകിസ്ഥാന് ലഭിക്കുന്ന സൈനികവും സാമ്പത്തികവുമായ സഹായങ്ങൾ പരിമിതപ്പെടുകയും ചെയ്യുക വഴി പാകിസ്ഥാൻ്റെ സൈന്യത്തിന് മനസ്സിലാകേണ്ടതാണ്, ഇനി ഇങ്ങനെ പോയാൽ പോരാ, ഭീകരതയെ നട്ടുനനച്ച് വളർത്തിയാൽ ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെ കൈയൊഴിയും. അതുകൊണ്ട് പാകിസ്ഥാൻ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അന്തരീക്ഷമുണ്ടാകും. ഇത് മനസ്സിലായെങ്കിൽ മാത്രമേ ഇന്ത്യ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകൂ. ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്താണ്? ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ആഗ്രഹിക്കുന്നത് എന്താണ്? അടിക്കടി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അതിന് ഓരോന്നിനും തിരിച്ചടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ മനസ്സിലാക്കുന്ന ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പറഞ്ഞത്, പാകിസ്ഥാൻ എന്ന രാജ്യം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന മര്യാദഘട്ട രാജ്യമാണ് എന്ന് പാകിസ്ഥാന് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ ഭാരതം ലോകവേദികളിൽ വളരെ കൃത്യമായി ആ പോയിന്റ് മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, നിലപാടെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകാനുള്ള സാധ്യതയില്ലേ സാർ? ഒപ്പം ഒരു പോയിന്റ് കൂടി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനായി, കാര്യം അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചകളിൽ പങ്കെടുക്കുന്ന തിരക്കുള്ള ഒരു വിദഗ്ധനാണ്. മോഹൻ വർഗീസ് സർ, നമസ്കാരം. പ്രദീപാണ് പഠാൻകോട്ടിൽ നിന്ന്. ഒരു പോയിന്റ് കൂടി, ഒരു വാർത്ത പുറത്തു വരുന്നത്, മോദി സർക്കാരിൻ്റെ ഒരു സുപ്രധാന തീരുമാനം എന്നുള്ള നിലയിൽ പുറത്തു വരുന്നത്, എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡയറക്റ്റ് ആക്ട് ഓഫ് വാർ എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ ഭീകരരെ കൊണ്ട് ഒളിച്ചു കളിക്കുകയായിരുന്നു എന്നുള്ള തൊടു ന്യായങ്ങളൊന്നും അംഗീകരിക്കില്ല, തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദത്തെ യുദ്ധമായി തന്നെ കണക്കാക്കുകയും ആ മട്ടിൽ പ്രതികരിക്കുകയും ചെയ്യും എന്നൊരു തീരുമാനം എടുത്തതായും ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുമാണ് മനസ്സിലാകുന്നത്. ജിഷ്ണു ചോദിച്ച പോയിന്റിനോടും ഈ ചോദ്യത്തോടുള്ള പ്രതികരണം കൂടി അത് ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. An act of terror is an act of war. ഇത് തമ്മിൽ വേർതിരിച്ച് കാണാനാവില്ല. ഇതുവരെ പാകിസ്ഥാൻ രക്ഷപ്പെട്ടു നിന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇത് ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് ഈ ആക്രമണം നടത്തിയത്, ഞങ്ങൾക്ക് തീവ്രവാദികളുമായി നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക്
സ്വാതന്ത്ര്യ സമരം എന്ന സംജ്ഞയാണ് പാകിസ്ഥാൻ കൊടുക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുകൊണ്ടല്ല, മറിച്ച് കാശ്മീരിൻ്റെ പോരാളികൾ കാശ്മീരിന് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തുന്നു, ഞങ്ങൾക്കതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കില്ല, അങ്ങനെ പറഞ്ഞൊഴിയുകയാണ് പാകിസ്ഥാൻ ഇതുവരെ ചെയ്തിരുന്നത്. അത് പറ്റില്ല. ഇപ്പോൾ വ്യക്തമായ തെളിവുകൾ ഭാരതത്തിൻ്റെ കൈവശമുണ്ട്. അതാണ് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്, an act of terror against India is an act of war. അതിൻ്റെ പ്രഭവ കേന്ദ്രം, ടെററിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിയുന്ന സ്ഥിതിക്ക് an act of terror originating from Pakistan reaching Indian soil will be considered as an act of war between India and Pakistan. That is aggression on the part of Pakistan and aggrieved country is India. ഈ രീതിയിലുള്ള നറേറ്റീവാണ് ഇത്. വളരെ ലോജിക്കൽ ഒരു നറേറ്റീവാണ്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ ആഗ്രഹം എന്താണ്? ലോകരാജ്യങ്ങളെല്ലാം തന്നെ അണിചേർന്ന് ആഗോള ഭീകരതയ്ക്കെതിരെ പോരാടുക. ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകരതയെന്നോ ഇറാനിലെ ഭീകരതയെന്നോ ഇറാഖിലെ ഭീകരതയെന്നോ ISIS ഭീകരതയെന്നോ ഭീകരതയെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. ഭീകരത തന്നെയാണ്. ലോകത്തുള്ള എല്ലാ തീവ്രവാദികളുടെയും ഉദ്ദേശം ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ദി കൺട്രീസ്, വേൾഡ് ഓർഡർ അട്ടിമറിക്കുക. നേഷൻ സ്റ്റേറ്റ്സ് എല്ലാം തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ്, തീവ്രവാദികളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലോകരാജ്യങ്ങൾ തീവ്രവാദത്തിനെതിരെ, ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകരാജ്യങ്ങൾ പരസ്പരം സഹകരിക്കുന്നു. ഇന്ത്യക്കെതിരെ കടന്നു വരുന്ന റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ത്രെട്ട് അത് തന്നെയാണ് പല അറബ് രാജ്യങ്ങൾക്കെതിരെയും വരുന്നത്. പാകിസ്ഥാനെതിരെ തന്നെ വരുന്ന ത്രെട്ട് പലപ്പോഴും റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് വരുന്നത്. അമേരിക്കയ്ക്കെതിരെ വരുന്ന ത്രെട്ട് റാഡിക്കൽ ഇസ്ലാമിൻ്റെ ചില ഔട്ട്ഫിറ്റുകളിൽ നിന്നാണ് വരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദർ ഇസ് എ സിനർജി. ആ സിനർജി ലോകത്തിന് മനസ്സിലാകുന്നില്ല എങ്കിൽ മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി പറയുന്ന നരേന്ദ്രമോദിയെ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തീവ്രവാദത്തിനെയും യുദ്ധത്തെയും വേർതിരിച്ച് കാണേണ്ട. ഏതെങ്കിലും ഒരു രാജ്യത്ത് തീവ്രവാദികളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിളിക്കേണ്ടി വരും. തീവ്രവാദികളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇല്ലാന്ന് പറയാനാവില്ലല്ലോ. കണക്കുകൾ സഹിതം, കാര്യം സഹിതം, ചിത്രങ്ങൾ സഹിതം, വീഡിയോ സഹിതം ലോകത്തിന് മുമ്പിൽ ഇന്ത്യ ഹാജരാക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിലും ഈ നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥകൾ ഹാജരാക്കിയ ചിത്രങ്ങൾ വളരെ വ്യക്തമായി പറയുന്നില്ലേ? ഈ മസൂദ് അസറിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരുടെ ശവസംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് ഉന്നത സ്ഥാനീയരായ സൈനിക നേതാക്കളാണ് പാകിസ്ഥാനിൽ. അപ്പോൾ ഇതിൽ പരം തീവ്രവാദവും സൈനികരും തമ്മിലുള്ള ബന്ധം എന്താണ്? സൈനികർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഭാഗമല്ലേ ഔപചാരികമായി? അങ്ങനെ വരുമ്പോൾ സൈന്യവും ISIയും ഭീകരന്മാരും എല്ലാം തന്നെ പാക് സ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പാക് സ്റ്റേറ്റ് ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് ആണ്. അത് an act of terror is an act of war. അത് സംഭവിച്ചിരിക്കുന്നു 22-ാം തീയതി, അതായത് ഏപ്രിൽ മാസം 22-ാം തീയതി പഹൽഗാമിൽ സംഭവിച്ചത് പാകിസ്ഥാൻ്റെ ആക്രമണമാണ്. അല്ലാതെ മുൻകാലങ്ങളിൽ പറയുന്ന പോലെ ഏതോ മുഖമില്ലാത്ത തീവ്രവാദികൾ ഇന്ത്യയെ ആക്രമിച്ചു, അതിന് പാകിസ്ഥാൻ എന്ത് പിഴച്ചു, നിങ്ങൾ തെളിവുകൾ കൊണ്ടുപോവാ, ആ വാദമൊന്നും ഇനി നടക്കില്ല എന്ന് കാറ്റഗോറിക്കായി ശ്രീ നരേന്ദ്രമോദി പറയുകയാണ്. അതുതന്നെയാണ് ഇന്ത്യയുടെ മാറി വരുന്ന പോളിസി. കുറേ കാലമായി ശ്രീ പ്രദീപ് ഈ പോളിസി മാറി വരികയായിരുന്നു. മുൻകാലങ്ങളിൽ നമ്മൾ ഭൂമിയോളം താണു നിന്നു, സംയമനം പാലിച്ചു, ഇതരൻ്റെ ഭൂമിയിൽ കടന്നു കയറി ആക്രമിക്കുന്നത് ഒഴിവാക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷമായി മറ്റ് സ്ഥലങ്ങളിൽ ചെന്ന് തീവ്രവാദികളെ പെർസ്യൂ ചെയ്ത് അവരുടെ മടകളിൽ ചെന്ന് ആക്രമിക്കുന്ന പതിവാണ്. അതുമാത്രമല്ല, തീവ്രവാദികൾ ഇന്ത്യയിൽ ആക്രമണം നടത്തി വേറെ ഏത് രാജ്യത്ത് പോയി മാളത്തിൽ ഒളിച്ചാലും ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ തകർക്കും എന്നൊരു പോളിസി. അതാണ് ഹർദീപ് സിംഗ് നിജ്ജറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കാനഡയിൽ ഒളിവിൽ കഴിഞ്ഞ ഹർദീപ് സിംഗ് നിജ്ജർ അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തനം നടത്തിയപ്പോൾ ഹർദീപ് സിംഗ് നിജ്ജർ കാലയവനയ്ക്കുള്ളിൽ മറയുന്നത് നമ്മൾ കണ്ടു. പാകിസ്ഥാനിൽ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏതാനും 10ഓളം കൊടും ഭീകരർ, ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന ഭീകരർ വിവിധ കാരണങ്ങളാൽ പാകിസ്ഥാൻ്റെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന കണ്ടു. അജ്ഞാതരുടെ ആക്രമണത്തിൽ അവർ കാലപുരിക്ക് അയക്കപ്പെടുന്നത് കണ്ടു. ഇതൊക്കെ മാറി വരുന്ന ഇന്ത്യയുടെ ചിന്ത തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ പോളിസികളിൽ, ഔട്ട്ലുക്കിൽ എല്ലാം മാറ്റം വരുന്നു. ആ മാറ്റം വളരെ ഭംഗ്യാന്തരേണ പ്രഖ്യാപിക്കുകയാണ് ശ്രീ നരേന്ദ്രമോദി. an act of terror is an act of war which will not be tolerated. അതാണ് ഇന്ത്യയുടെ നയം.